കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ദൈവമേ, ഭഗവാനെ, നല്ലൊരു കളി തന്നെ എനിക്ക് കിട്ടിയല്ലോ. ഭഗവാനെ, കാത്തുരക്ഷിച്ചേക്കണമേ. സിസ്റ്ററെ, സിസ്റ്ററെ, സിസ്റ്ററെ. അയ്യോ, മുന്നി വരല്ലേ, മുന്നി വരല്ലേ, മുന്നി വരല്ലേ, വിഷുവായിട്ട് മുന്നി വരല്ലേ. ഞാനാണ് ഈ കണി ഒന്ന് കണ്ടോട്ടെ. എങ്ങോട്ട് പോവുക? അവിടെയൊന്നുമല്ല. ഇതാരായി നിക്കുന്ന ഇത്? ആ, എന്റെ സിസ്റ്ററെ, ഞാൻ ആ രാജാന്റെ വീട്ടിൽ കൊന്നപ്പൂ പറിക്കാൻ വേണ്ടി കയറിയതാ. പട്ടി എന്നെ ചന്തിക്ക് കടിച്ച് പറിച്ചു വെച്ചേക്കോ, ഞാൻ കാണിക്കാൻ വേണ്ടി വന്നതാ. ദൈവമേ, എടോ, ഇന്നലെ രാത്രി 2 മണി തൊട്ട് ഞാൻ ഈ കണി ഒരുക്കി വെച്ചിരിക്കുക ഒന്ന് കാണാനായിട്ട്. ഞാൻ ആദ്യം ആ കണി ഒന്ന് കണ്ടോട്ടെ. ഞാന് കുറച്ച് മാറി നേരെ തിരിഞ്ഞോ. തുറക്കട്ടെ. ആ, തുറന്നു. എന്റെ കണ്ണാ. എന്തോ? എന്തോന്ന്? എന്റെ പേര് കണ്ണാന്നാ. നിങ്ങളെ ആരാ വിളിച്ചേ? സാക്ഷാൽ കണ്ണനെയാ വിളിച്ചേ. ഭഗവാനെ, ഞാൻ PK കണ്ണനാണ്. ചേട്ടോ, നിങ്ങളോട് ആര് പറഞ്ഞോടോ ഈ വിഷു ആയിട്ട് രാവിലെ പോയി പട്ടിയുടെ വായി ചെന്ന് കയറാൻ? ഇന്ന് വിഷു ആണെന്ന് എനിക്കല്ലേ അറിയാവുള്ളൂ, പട്ടിക്കറിയാവോ? എന്റെ ദൈവം, പട്ടിക്കുണ്ടോ വല്ല വിഷുവും സംക്രാന്തിയും? അതിനാകെ അറിയാവുന്ന ഒരു ഒറ്റ മാസം കന്നിമാസം. അതറിയാത്ത എന്റെ ഈഗോ കാരണം കടിച്ചതാകും. അവിടോട്ട് കയറി ഇരിച്ചല്ലേ. ഇരിക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ, കടിച്ച് നാശാക്കി വെച്ചേക്കോ. അവിടോട്ട് മാറുന്നില്ലേ? ഡോക്ടർ ഒന്ന് കണി കാണട്ടെ. ആ, എന്നെയോ? നിങ്ങളെയാണോ? വേഗം വരാൻ പറ. ഡോക്ടറെ, ഡോക്ടറെ, കണ്ണടച്ച് കണ്ണടച്ചോണ്ട്. കണ്ണടച്ചിട്ടുണ്ട്. ഈ ഗണി പണിയാവൂലല്ലോ. എല്ലാം സെറ്റാണല്ലേ? കണിയല്ല ഉദ്ദേശം. കൈകി പിടിച്ചോണ്ട് വരാനാ പറഞ്ഞത്. ഓക്കെ, നേരെ എല്ലാം വാങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാം സെറ്റല്ലേ? ഇങ്ങോട്ട്. ഓക്കെ, തുറക്കട്ടെ. തുറന്നു. ഓക്കെ, ഒരു കിലോ ആപ്പിൾ മാറ്റിട്ട് 2 ആപ്പിൾ അങ്ങ് മുക്കിയല്ലേ? ആപ്പിളെ നോക്കാതെ അവിടെ ഇരിക്കുന്ന കൃഷ്ണനെ നോക്കാം. ദൈവമേ, ഈ കണിയോടുകൂടി ഈ ഹോസ്പിറ്റലിൽ വലിയ രീതിയിൽ ഉയരണം, സകല ഐശ്വര്യങ്ങളും വന്ന് ചേരണേ എന്റെ കണ്ണാ. എന്തോ? ഇതേത് കണ്ണായി? എന്റെ പൊന്നു സാറേ, വിഷു ആയിട്ട് അവിടെ കണിക്കൊന്ന് പറിക്കാൻ പോയതാ. ഏതോ പട്ടി ഓടിച്ചിട്ട് കടിച്ചെന്ന് പറഞ്ഞ് ചന്തി കാണിക്കാൻ വന്നേക്കോ രാവിലെ. സാറേ, ഞാൻ PK കണ്ണൻ. ഒന്ന് നോക്കിയ സാർ. അയ്യോ, എന്റെ പൊന്നു ദൈവമേ, വിഷു ആയിട്ട് ഫസ്റ്റിലെ ചന്തി കേസാണല്ലോ. നമുക്ക് നോക്കിയല്ലേ പറ്റൂ. ഡോക്ടറായി പോയില്ലേ? അതെ സാർ നോക്ക് തന്നെയല്ലേ. ഹലോ മിസ്റ്റർ കണ്ണൻ. മിസ്റ്റർ കണ്ണനല്ല, PK കണ്ണൻ. ഓക്കെ കണ്ണ, ഓക്കെ കണ്ണനല്ലത്, PK കണ്ണൻ എന്ന് പറഞ്ഞപ്പോ. എന്റെ പൊന്നു കണ്ണാ, PK കണ്ണൻ. കണ്ണൻ. ഓക്കെ. ഏതുവരെ പഠിച്ചു? 5ാം ക്ലാസ് വരെ. അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പ്രാഥമിക ആവശ്യങ്ങൾ നടക്കണ്ടേ? അത് നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ താൻ ഇങ്ങോട്ട് വന്നത്. അത് നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? വിഷു എന്ന് പറഞ്ഞാൽ എന്താ? വിഷു എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണന്റെ ജന്മദിനല്ലേ? അത് കണ്ണൻ അറിയാണ്ടിരിക്കോ? അത് ആ കണ്ണന്. ഞാൻ ഈ കണ്ണന്റെ കാര്യം ചോദിച്ചു. ഈ കണ്ണനല്ല, PK കണ്ണനാന്ന് പറഞ്ഞപ്പോ. ഓ, ഇത് കുരു ആണല്ലോ പൊന്നു ദൈവമേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ഐശ്വര്യത്തോടു കൂടി നമ്മൾ കണിയൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് അത് തന്നെ ആയിരിക്കും നമ്മുടെ അനുഭവങ്ങളല്ല. അറിയാലോ. അപ്പൊ ഇത്രയും നല്ലൊരു കണി കണ്ടിട്ട് എങ്ങനെയാണ് ഞാൻ ഇത്രയും മോശപ്പെട്ട ഈ സംഭവം കാണുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, ഞാനിത് നോക്കത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു നല്ല അസുഖം നോക്കിയിട്ട് നമുക്ക് രണ്ടാമത് നോക്കാം. നല്ല അസുഖം? അസുഖം തന്നെ ചീത്തയല്ലേ? നല്ല അസുഖം ഞാൻ പറഞ്ഞത് അതായത് ചുമയോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആദ്യം വരുമല്ലോ, അയാളെ നോക്കിയിട്ട് നമുക്ക് രണ്ടാമത് നോക്കാം. സംഭവം മനസ്സിലായല്ലോ? വിഷു ആവണ്ട. എന്റെ പൊന്നു സാറേ, എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്താ. അങ്ങനെയാണെങ്കിൽ താൻ വേറെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ? ഇന്ന് വിഷു ആയിട്ട് ഒരൊറ്റ ഹോസ്പിറ്റലിലെ എല്ലാം അവധിയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞത് നമ്മുടെ പരിസരത്തെ മൊത്തം ഹോസ്പിറ്റൽ അവധി. നമുക്കും ഇന്ന് അവധി കൊടുക്കാന്ന് കേട്ടില്ലല്ലോ. ഇന്ന് അവധി കൊടുത്താ പിന്നെ ഈ കണി ഞാൻ എങ്ങനെ കാണും? ഒന്ന് അടങ്ങടാവേ. ഇത്രയും നേരം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഏതൊരു സ്ഥാപനത്തിനും ആദ്യം ഈ വിഷു എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവം അല്ലേ? ഇത് വെച്ചല്ലേ മുന്നോട്ട് പോകുന്നു. ഒന്ന് സഹകരിക്കും. ആരെങ്കിലും വരട്ടെ, വന്നിട്ട് നോക്കാന്ന് പറഞ്ഞില്ലേ? കണി കണ്ടു കഴിഞ്ഞില്ലേ? കണി കണ്ടു കഴിഞ്ഞല്ലോ. കൈനീട്ടം തന്നില്ല. കൈനീട്ടം പിന്നെ ഞാൻ തരാതിരിക്കൂ? ആ കൈ നീട്ടിക്ക്. ഇതെന്താ ഇത്? കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടി വെള്ളം തന്നാണ്ടല്ല. 1-ാം തീയതി കയറി വന്നിട്ട് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കണം.
ഡോക്ടർ പൊന്ന് കണ്ണടച്ചേ. ഞാൻ കൈ നീട്ടി എടുത്തോണ്ട് കേട്ടെ. കണ്ണടച്ചേ. ഞാൻ പറയാ തുറക്കരുതേ. ഇല്ല. തുറക്കില്ലേ? ഡോക്ടറുടെ ഒരു കാര്യം കിട്ടി. വേണ്ട ധൃതി വേണ്ട, പതുക്കെ മതി. കിട്ടി. ഇതൊരു സ്വർണ്ണ കോയിനാണ്. കൈക്കകത്ത് വെച്ചോ, ആർക്കും കൊടുക്കരുത്. സ്വർണ്ണ കോയിൻ. അതെ. അയ്യോ, വിഷുവായിട്ട് എന്തൊരു ഭാഗ്യമാ. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യം തന്ന ഗിഫ്റ്റാ. ആദ്യം തന്നെ അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടേ. ഞാൻ പറഞ്ഞില്ലേ എന്റെ പൊന്ന് കണ്ണാ. കണ്ണൻ ഒരാള് വരാതെ നിന്നെ നോക്കാൻ പറ്റത്തില്ല. എന്റെ ദൈവമേ, ഇത് നടപടിയാവുന്നോന്നുള്ള എന്റെ ആവശ്യമായി പോയില്ലേ. ഞാൻ ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ. ബിജു, അളിയാ പനിയുണ്ടോടാ? പണിയൊന്നും ഇല്ലളിയാ. അതല്ലെന്ന്. എടാ, നിനക്ക് പനി ഉണ്ടായിരുന്നു, മാറിയോ? എനിക്ക് പനി മാറി. എന്റെ ദൈവമേ. എടാ, അച്ഛനും അമ്മയ്ക്ക് പെങ്ങൾക്ക് വല്ല അസുഖം ഉണ്ടോ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്താ ഒരു അസുഖം ഇല്ലളിയാ. എന്ത് പറ്റി? എന്റെ അളിയാ, ഇപ്പോഴത്തെ അസുഖമൊക്കെ സൂക്ഷിക്കണം. എടാ, തൊട്ടടുത്തല്ലേ ഹോസ്പിറ്റലിൽ, നീ അവരായിട്ടൊന്നും ഇങ്ങോട്ട് വാ. ഇന്ന് വിഷു ഒക്കെ അല്ലടാ. എടാ, വിഷുവായിട്ട് വെറുതെ ഹോസ്പിറ്റലൊക്കെ ഒരു കാര്യമില്ലാതെ കയറി വരാൻ പറ്റുമോ? എടാ, നീ എന്ത് ഈ പറയണ? എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാവോ? എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. രക്ഷപ്പെട്ടു. നേരെ എന്റെ അച്ഛന്റെ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട്. അതെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ സാർ ഡോക്ടറെ ക്ലിനിക്കിലേക്ക് ഇങ്ങനെ വാ. ശരി. ഓക്കെ. എന്ത് ചതിയാണോ നീ കാണിക്കുന്നത്? നീ എവിടത്തെ കാരണാടാ? നീ നിന്റെ സ്വന്തം കൂട്ടുകാരൻ അവന് ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടും ബൈക്ക് എടുത്തോണ്ട് വരാൻ വേണ്ടിട്ട് പറയും. എന്ത് ചതിയാണോ നീ കാണിക്കുന്നത്? പിന്നെ എനിക്ക് മുമ്പ് ഇവിടെ ഒരു പേഷ്യന്റ് വരണ്ടേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ അനുസരിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ചോര ഒലിപ്പിച്ച് ഒരു രോഗി ഇവിടെ വന്നിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ. ഇത് നടപടി കേസല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൊന്ന് എന്താ? നിന്നെ ബേക്കിൽ നോക്കി ഞാൻ ആദ്യം ചികിത്സിക്കില്ല. പറഞ്ഞോട്ടെ. നിന്റെ മുഖത്ത് നോക്കി ഞാൻ ആദ്യം കുറച്ച് ചികിത്സിക്കും. അതിന് മരുന്നൊക്കെ തന്ന് നിന്നെ ഞാൻ അങ്ങോട്ട് വിടും. അത് കഴിഞ്ഞിട്ട് നീ വീണ്ടും രണ്ടാമത് വരുമ്പോ നിന്നെ പട്ടി അടിച്ചതിന് ഞാൻ ചികിത്സിക്കും. അപ്പൊ എനിക്കും കുഴപ്പമില്ല, നിനക്കും കുഴപ്പമില്ല. വിഷു ആവണ്ടാണേ. എന്തെങ്കിലും അസുഖമുണ്ടോ? ഒരു അസുഖമില്ല. ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ലെന്ന്. എനിക്ക് യാതൊരു അസുഖമില്ല. പിന്നെ നിനക്ക് എന്തിനാ സുഖാറാ? പട്ടിനെ വായിച്ചെന്ന് എനിക്ക് ചെറിയൊരു മാനസിക രോഗമുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇനി കയറില്ലല്ലോ. അതല്ലേ പിന്നെ എനിക്ക് എന്നാന്ന് അറിയാൻ പാടില്ല. ഈ പെണ്ണുങ്ങളുടെ ഒരു വിരല് തന്നെങ്കിലും ശരീരത്തിൽ സ്പർശിച്ച അപ്പ ഇടത്തടിക്കും. കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, കഴിക്കല്ലേ കേട്ടോ. വെറുതെ എന്തിനാ കണ്ണടിച്ച് ചാവുന്നത്? അതെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉണ്ട്. കണ്ടാ ഇപ്പൊ ഉണ്ട്. എനിക്ക് മൂത്രത്തിൽ കല്ലിന്റെ ഒരു അസുഖം. മൂത്രത്തിൽ കല്ലുണ്ടോ? സൂക്ഷിക്കണം കേട്ടോ. എന്നെ ഡയമണ്ട് അല്ല എടുത്ത് സൂക്ഷിച്ചു. ഒരു കാര്യം ചെയ്യ്. ഒന്നുകൂടെ ബ്ലഡ് യൂറിനൊക്കെ ഒന്ന് പരിശോധിച്ചാലോ? അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ട്. വിളർച്ചയുണ്ട്. ആൾക്കാര് പറയണേ എനിക്ക് വളർച്ചയേ ഇല്ല. എടാ, ഞാൻ വളർച്ച എന്നല്ല പറഞ്ഞത്, വിളർച്ച ഉണ്ടെന്നാ പറഞ്ഞത്. മനസ്സിലല്ലേ? മരവിപ്പുണ്ടോ? അത് ഈ ബിസിനസ് ഡെഡ്ലൈനു ശേഷം ഇപ്പൊ ഇല്ലാതെ നിർത്തി കളഞ്ഞു. എന്തോന്നു? മരവിപ്പ്. മരവിപ്പെന്നാണോ ഞാൻ പറഞ്ഞ? മരവിപ്പുണ്ടോ? ഒരു കാര്യം ചെയ്യ് സിസ്റ്ററേ, ഇവന്റെ ബ്ലഡും യൂറിനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തേരെ. ബ്ലഡ് ഓക്കെ, പക്ഷെ യൂറിൻ വരുമെന്ന് തോന്നണില്ല. എന്ത് പിണങ്ങി നിൽക്കുകയാണോ? അതല്ലെന്ന്. പിന്നെ അതാ പട്ടി കടിച്ച സ്പോട്ടിൽ അപ്പൊ തന്നെ പോയില്ലേ. ഇനിയിപ്പോ വരാനായിട്ടൊരു 9 മണിയാവും. 9 മണി സമയം പറഞ്ഞ് വരാൻ വേണ്ടിട്ട് നിന്റെ മൂത്രം എന്താ മറ്റേ പരിചയ എക്സ്പ്രസ് ആണ്? ഡോക്ടറെ, അങ്ങോട്ട് മാറിക്കേ. ഇരിക്കാൻ പറ്റത്തില്ല പുള്ളിക്ക്. അന്ന് അങ്ങോട്ട് ചാരുന്നില്ല. അതെ, അങ്ങോട്ട് നോക്കിക്കോണം കേട്ടോ. എന്നായിരുന്നു അല്ല വിളിച്ച് ഞാനിപ്പോ തട്ടി എഴുന്നേപ്പിച്ചതാണോ? അങ്ങനെ അത് വലുതായിട്ട് തട്ടണ്ട. എവിടെയെങ്കിലും കുത്തിയെടുത്താവും. ഫുൾ ഞരമ്പനാ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇടത്തടിച്ച്. ഇപ്പൊ കൊലപാതക കുറ്റത്തിനകത്ത് പോയേനെ. കുറച്ച് വൈറ്റമിന്റെ കുറവുണ്ട് നിനക്ക്. സിസ്റ്റർ ഇപ്പൊ ഒരു മരുന്ന് എഴുതി തരും. അത് പോയി വാങ്ങിച്ച് കഴിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞു വാ. അപ്പൊ പിന്നെ പട്ടി അടിച്ചു നോക്കണ്ടേ? പൊട്ടി തന്നാലും ഡോക്ടറും ആയി പോയല്ലോ എന്റെ പൊന്നു ദേവി. എടാ, ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ഇനി 2ാം ഘട്ടം. വിഷു ആവണ്ടേ? രണ്ടാമത്തെ രോഗിയായിട്ട് നീ വരുന്നു. അഭിനയം. അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നാൽ ഒരു പട്ടി കടിച്ചതിനെ എന്തെല്ലാം പാടാതെ. ഞാനേ ഇവനെ കടിച്ച പട്ടിയുടെ കാര്യം ആലോചിക്കുക. 1 വർഷം നിന്നില്ല ആ പട്ടിയില്. പിന്നല്ലാതെ ഇങ്ങനെയുള്ള മാരണങ്ങളൊക്കെ വന്ന് കേറിയ എന്തോ സംഭവം ആലോചിച്ച് നോക്കിയേ.
ഞാൻ ആ രാജാന്റെ വീട്ടിൽ കൊന്നപ്പൂ പറിക്കാൻ കരുതാ പട്ടി എന്റെ ചന്തി കടിച്ചു പറിച്ചു കാണിക്കട്ടെ. ഇതന്നെ കുറച്ചു മുമ്പേ പറഞ്ഞത്. റീ എൻട്രി അല്ലേ, ഒന്ന് പഞ്ചാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഡോക്ടർ സിസ്റ്ററെ ഒരു ആട്ടി. patient വന്നേക്കുന്നു. എന്തൊരഭിനയാതു അടി. പിന്നെ ഒന്ന് തിരിഞ്ഞു നിന്നാ നോക്കട്ടെ. എങ്ങനുണ്ടോ ഇത് ഐഫോണിന്റെ ലോഗോ പോലുണ്ട്. ആപ്പിളിന്റെ കുറച്ച് കടിച്ചെടുത്തോണ്ട് പോകുമല്ലോ അതുപോലുണ്ട്. പക്ഷെ ഒരു കേസേ, എന്താ? ഈ അടിച്ചോണ്ട് പോയ കഷ്ണം കൊണ്ടുവന്നാലേ തുന്നിച്ചേർക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പോ പട്ടി തിന്നാണ്. പട്ടിന്ന് തിന്നത്തില്ല. വിഷു വെജിറ്റേറിയനാ പട്ടി. അയ്യോ എവിടെന്ന് വരുന്നേ? പട്ടി കടിച്ചതാണെങ്കിൽ പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ മസ്റ്റാ ഡോക്ടർ. മസ്റ്റാ അത് കറക്റ്റാ. നീ ഒരു കാര്യം ചെയ്യാം, ആ ഉടുപ്പൊന്ന് പൊക്കിയോ, പൊക്കളൊന്ന് കാണട്ടെ. ഓ സാറേ, എനിക്ക് നാണം. എനിക്ക് നാണാവും. ആ പട്ടീരെ മുമ്പ് നിന്ന് കൊടുക്കാൻ നിനക്ക് നാണോ മാനോ ഒന്നും ഇല്ലായിരുന്നല്ലോ. സിസ്റ്റം തിരിഞ്ഞെ ഇത് പൊക്കിളാണോ അതോ ഫാനിന്റെ റെഗുലേറ്ററോ? പാട്ടി 8ന്റെ പണിയാ തന്നിരിക്കുന്നേ. റൗണ്ട് അടിച്ച് മിഷൻ കണ്ണുപോലെ ഞാൻ പടിയാക്കും. നോയിക്കോളാ നീ. ആ സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, കൊണ്ടുപോയിട്ട് ഒന്ന് ഡ്രസ് ചെയ്തിട്ട് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഇഞ്ചക്ഷൻ 2 ഗുളികയും കൊടുക്കാൻ. സെട്രാഡോ ട്രിയാങ്കോ 5 mg കൊടുക്കട്ടെ. കൊടുക്ക് 2 പിട്രാഡോ ട്രിൻഡ്രോഗോ പ്രീക്ക് കൊടുത്താലോ 2 mg. ഓ സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. പകുതി മതി. ഫെറാറ്റിക് റിപ്പോമ മാക്കു കൊടുത്താലോ 2 mg. ഇവിടെ ഇരുന്ന് പഴകി പോണ സാധനം. എന്നാത് ഇവിടുന്ന് പഴകുന്ന സാധനം പൊടിയാ തരാം. ഞാൻ വിചാരിച്ചു സിനിമാറ്റിക് ഡാൻസ് ട്രൂപ്പിന്റെ പേരായിരിക്കും. ദൈവമേ, എന്റെ പൊന്നു ദൈവമേ, ഇതേപോലത്തെ മരണങ്ങൾ കയറി വന്ന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവധി കൊടുത്തിട്ട് ഞാനും സിസ്റ്ററും കൂടി ഒരു വിഷു ഊണൊക്കെ പോയി കഴിച്ച് കുറച്ച് കാഴ്ചകളെ കാണാമെന്ന് പറഞ്ഞോണ്ടിരുന്ന ഇവൻ നശിപ്പിച്ച് നാരാണക്ക വന്ന് കയറി ഇന്നത്തെ ഈ വർഷമേ തൊലഞ്ഞു. ഡോക്ടറെ ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ആര് പറഞ്ഞു? ഞാനും കണ്ടു. ഞാൻ കണ്ടിട്ടല്ലേ നിങ്ങൾ കണ്ടു? പിന്നെ ഞാൻ ഡ്രസ് ചെയ്ത് തിരിഞ്ഞു നിന്ന് ഗ്ലൗസ് അങ്ങോട്ട് ഊരിയിട്ടിട്ട് നോക്കിയപ്പോ പേഷ്യന്റിനെ കാണാനില്ല. അത് പിന്നെ അങ്ങോട്ട് പോയി. എനിക്കറിയാൻ വയ്യ. അത് അവിടെ എവിടെയും കാണും. നീ ഈ മറ്റേ സിറിഞ്ചൊക്കെ കളഞ്ഞ പെട്ടിക്കകത്തൊന്നും നോക്കാത്ത? ഞാൻ മൊത്തത്തിൽ നോക്കി. അതിനകത്തോളം വീണ് കിടക്കും. എന്റെ ബലമായ സംശയം ഇന്ന് വിഷു ആണേ. ഇന്ന് വിഷു കണി കാണുന്ന സമയം കണ്ണൻ എന്ന് പേരുള്ള ഒരാൾ ഇവിടെ വന്നു. സത്യമായിട്ടും ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് അയച്ചതാന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ നീ 8ന്റെ പണി കിട്ടും. അല്ലാണ്ട് ഇപ്പൊ ഡോക്ടർ അയാൾ കേറി വന്നപ്പോ ചികിത്സ നിരസിച്ചു. ഉറപ്പായിട്ടും ഡോക്ടറിന് പണി കിട്ടും. ഭഗവാനെ, ഇതിനകത്ത് എനിക്ക് പങ്കില്ലേ? ഡോക്ടർ മാത്രമേ ഉള്ളേ. എന്റെ പൊന്ന് ഭഗവാനെ, എനിക്കൊരു അബദ്ധം വരുത്തല്ലേ. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. എന്റെ പൊന്ന് കണ്ണാ. എന്താ എന്തൊക്കെ ബിൽഡപ്പായിരുന്നു. എവിടെ പോയിരുന്നടാ? ഞാൻ ബാത്റൂമിൽ പോയത്. ഇപ്പം വരാനെങ്ങാനും താമസിച്ചിരുന്നെങ്കിൽ നിന്റെ പേരിൽ ഇവളിപ്പോ ഒരു അമ്പലം പണിഞ്ഞേ. അപ്പൊ ഡ്രസ് ചെയ്തില്ലേ? ഡ്രസ് ചെയ്ത്. അപ്പൊ ഇനി കുറച്ച് ദിവസത്തേക്ക് ബാക്ക് നനയ്ക്കരുത്. ഇവിടെ തല നനച്ചിട്ട് 2 ആഴ്ച പിന്നെയാണ് ബാക്ക് പോകാറോ. നീ ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം കൂടുമ്പോ ഒന്ന് ഡ്രസ് ചെയ്യണം കേട്ടോ. 2 ദിവസം അത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണമെന്നേ ഞാൻ വൈകുന്നേരം വരാം. ഒരു കാര്യം ചെയ്യും. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ സൂക്ഷിക്കണം. അപ്പൊ നല്ല രീതിയിൽ സാറേ വലിയ ഉപകാരം. പിന്നെ വിഷുവായിട്ട് രാവിലെ ഇങ്ങനെ ഒരു സംഭവമായിട്ട് വന്നതിൽ വലിയൊരു വിഷമം എനിക്കുണ്ട്. ഞങ്ങൾക്ക് ഇതാണല്ലോ പണി. ഇനിയിപ്പോ എന്തായാലും ഓക്കെ ആയാലോ. ഇനി വീട്ടിൽ പോയിട്ട് പെങ്ങളെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ആയിട്ട് പടക്കം പൊട്ടിച്ച് കിടക്കിച്ചെന്ന് ആഘോഷിക്കണം എനിക്ക്. പടക്കത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പടക്കത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം പറയുക. വർഷത്തിലൊരിക്കൽ വരുന്ന ആഘോഷങ്ങളൊക്കെയാണ്. അത് ഇത്തിരി നല്ല രീതിയിൽ ആഘോഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു അപകടം പറ്റി മനസ്സിലായി. കൊച്ചു പിള്ളേരൊക്കെ നമുക്ക് വേണം, ആവശ്യത്തിനെല്ലാം വേണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നമ്മുടെ അനുഭവം വെച്ച് പറയാം, ഒരുപാട് കേസുകെട്ടുകൾ ഇതുപോലെ പടക്കം പൊട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ലതാ. അപ്പൊ വീട്ടുകാരത്തൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹാപ്പി വിഷു. സെയിം ടു യു.